ഏയ് ഫൈമ എവിടെ പോണ്? ഇതിനോ ഇപ്പൊ തന്നെ? ആ എന്ത് ഡ്രസ് എടുക്കുന്നേ? ബാബാ സൂട്ടോ? അതെന്താ ബാബാ സൂട്ട് എടുക്കുന്നേ? കിട്ടുവോ രണ്ടും മാച്ചായിട്ട്? നോക്കല്ലേ. ആ ബേബിയുടെ ഹായ് ബേബി. ഫൈമ നമ്മളെ എങ്ങോട്ടാ പോണേ ഡ്രസ് എടുക്കാൻ? ഫെസ്റ്റിവൽ സിറ്റി. അപ്പൊ അയ്മ റെഡിയാണോ? അയ്മ റെഡിയാണോ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മള് ഫെസ്റ്റിവൽ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോട്ടിലാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോവും. അപ്പോൾ ഉള്ളിൽ നിന്ന് കാണാം. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഉള്ളിൽ പോകാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫെസ്റ്റിവൽ സിറ്റിയുടെ അകം. ഓക്കെ, പിന്നെ അപ്പോൾ ഫൈമയും ഉപ്പയും അയ്മയും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പ് ഉണ്ടോ എന്നിങ്ങനെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു ഷോപ്പ് കണ്ടത്. ഇതെന്താണ് അയ്മ? ബിൽഡ് എ ടെഡി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാണ്. ഇവിടെ നമുക്ക് നമ്മൾ ഓണ് ടെഡി ബെയർ ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഡ്രസ്സും ഒക്കെ നമുക്ക് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. കോട്ടന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് അവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആദ്യം പോയത് മാക്സിലേക്കാണ്. അങ്ങനെ നമ്മൾ മാക്സിൽ ഇങ്ങനെ നടന്നു. എന്തൊക്കെയാണ് അവിടെ ഡ്രസ്സ് ഉള്ളത്, ഫൈമാക്ക് പറ്റുന്ന ഡ്രസ്സ് ഉണ്ടോ എന്നിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഫൈമ, ഡ്രസ്സ് ഉണ്ടോ? ഡ്രസ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കളക്ഷന് കുറവാണ്. പിന്നെ എന്താ പറയുക, നല്ല ഭയങ്കര എക്സ്പെൻസീവുമാണ്. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാ? സ്പ്ലാഷ്. ഓ, സ്പ്ലാഷിലേക്ക്. ഇതെന്താ ഇവിടെ ക്രിസ്മസ് ആണോ ഫൈമ? ഫുള്ള് റെഡും വൈറ്റും അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവിടെ എന്താണ്, നല്ല എക്സ്പെൻസ് ആണല്ലേ. അവസാനം ഫൈമാക്ക് പറഞ്ഞ ബാബാ സൂട്ട് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. എത്രയാണ്? 260, 262 അത് അത്രയ്ക്കാണ്. ബാബാ സൂട്ടിന് മാത്രം. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഫൈമ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇത് പറ്റുമോ, എവിടെയാണ് ഇതിൻ്റെ പ്രൈസ് എന്നൊക്കെ നോക്കി അവസാനം കണ്ടുപിടിച്ച് പ്രൈസ് കണ്ടപ്പോൾ അവിടെ തന്നെ അതേപോലെ തന്നെ വെക്കാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? അത് പറ്റില്ല, ഇത് നമുക്ക് പറ്റില്ല, അത് നമ്മുടെ കൊക്കിലൊതുങ്ങില്ല എന്ന് മനസ്സിലായി ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി. ഓക്കെ, പിന്നെ നമ്മളവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പുറത്തൊക്കെ ചുമ്മാ ഒന്ന് നടന്നു. പിന്നെ ഇനി വേറെ ഏതെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അയ്മ കരച്ചിൽ തുടങ്ങി അല്ലേ? അപ്പോൾ തിരിച്ച് നമ്മൾ പോവാൻ തീരുമാനിച്ചു. തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്ത് ഇപ്പോഴും നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ? നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചൂടൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല, ചെറിയ ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി വേറെ എങ്ങോട്ടേലും പോവാൻ, നമുക്ക് ഇവിടെ എന്തായാലും നമുക്ക് പറ്റുന്നതില്ല എന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെ നമ്മളെ കാറിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് സൂക്കൽ ബലാദി. അപ്പോൾ നമുക്കുള്ളിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് കാണാം. ഫൈമ, എന്താ ഇവിടുന്ന് ഡ്രസ്സ് കിട്ടുമോ? ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കളക്ഷൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ ഫൈമ? ചിലപ്പോൾ കിട്ടും എവിടുന്നെങ്കിലും. ബാബാ സൂട്ട് തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിട്ട് കിട്ടും. അതെന്താ ബാബാ സൂട്ടിന് റേറ്റ് കൂടുതൽ കണ്ടപ്പോൾ അത് മതിയാക്കിയോ? അതല്ല, നോക്കി നോക്കിയപ്പോൾ ബാബാ സൂട്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ നല്ല കുറവാണ്. അതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ആരംഭി പോയാലോ? ആരംഭി പോയി നോക്കി വെക്കാം. അങ്ങനെ നമ്മൾ ആരംഭിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ പുറത്തൊക്കെ നന്നായിട്ട് നല്ല സൂപ്പർ കളക്ഷൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അതിനുള്ളിൽ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ
സംഭവം ഞങ്ങൾ കയറിയപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല എക്സ്പെൻസീവാണ്, നല്ല റേറ്റാണ്. നമുക്കൊന്നും അത്ര പെട്ടെന്ന് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഒരെണ്ണം നമുക്ക് നല്ല അഫോർഡബിൾ ആയിരുന്നു, പക്ഷെ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഏകദേശം നമ്മുടെ ഇഫ്താറിൻ്റെ ടൈം ആവാനായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇങ്ങനെ തന്നെയാണോ നിങ്ങളും മക്കളെ കൊണ്ടൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് ഇഷ്ടമായി ഒന്ന് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളൊരു വഴിക്കാവും അല്ലേ? അപ്പോൾ എന്തായാലും പെരുന്നാളിന് അവസാനം പറയുകയാണെങ്കിൽ ഇഫ്താർ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു ഡ്രസ്സ് കിട്ടി. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പെരുന്നാളിന് ഡ്രസ്സ് കാണാം, എന്താണ് ഫൈമ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.